പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊലപാതകത്തിന് പിന്നിൽ എസ്എഫ്ഐയിൽ ചേർന്ന പിഎഫ്ഐ പ്രവർത്തകരാണെന്ന് ആരോപിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ മിഠായി തെരുവിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായവർ വെറും എസ്എഫ്ഐക്കാരല്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പൂക്കോട്ട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലാ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്യാമ്പസുകൾ ഇന്ന് ഭരിക്കുന്നത് ഇത്തരത്തിലുള്ള എസ്എഫ്ഐയിൽ ചേർന്ന പിഎഫ്ഐ പ്രവർത്തകരാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. പിഎഫ്ഐ നിരോധനത്തിന് മുൻപ് തന്നെ ഇക്കാര്യം കേരളത്തിൽ വളരെ പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെല്ലാവരും എസ്എഫ്ഐ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ക്യാമ്പസ് ഫ്രണ്ടുകാര് എസ്എഫ്ഐയിൽ നുഴഞ്ഞു കയറി അവരുടെ സ്വാധീനത്തിലാണ് കേരളത്തിലെ എസ്എഫ്ഐ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പറയുന്നതല്ല. പിഎഫ്ഐ നിരോധനത്തിന് മുമ്പ് തന്നെ ഇത് വളരെ പ്രകടമായിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ പേര് അവർ കൊടുത്തത്. വെറുതെ കൊടുത്തതല്ല, ആ പേര് മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന നടപടികളാണ്. കോഴിക്കോട് മിഠായി തെരുവ് കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയ്ക്ക് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ്, ബിജെപി ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ, ജില്ലാ സഹകാരി കെ നാരായണൻ മാസ്റ്റർ, മേഖലാ പ്രസിഡന്റ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ, അഡ്വക്കേറ്റ് രമ്യ മുരളി, ശശിധരൻ നാരങ്ങ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.